രണ്ടുപേരും കിടന്ന് പിടയ്ക്കും പറയാൻ രമ്യ വെട്ടിയത് നാളും വളർത്തിയ അച്ഛനും അമ്മയും നമ്മളിന്ന് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. കാണില്ല രാത്രി തന്നെ ഒരു പ്രാവശ്യം നോക്കാൻ പറ്റുള്ളൂ. കൊട്ടാരമല വീട് പുള്ളി ഗൾഫിൽ ഉണ്ടാക്കിയതാ. എന്റെ പെണ്ണുപിള്ള പ്രസവത്തിനായിട്ട് പോയിരിക്കുന്നു. പ്രസവിച്ചെന്ന് പറഞ്ഞ കേട്ട് പെൺകുഞ്ഞാന്ന് പറയുന്നത്. ഇവനൊക്കെ എന്തിന്റെ ഒരു നമുക്കൊരു കോഴിയെ കൊല്ലാൻ പറ്റുമോ? അതുകളൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ഇഷ്ടം പോലെ ഗൾഫിൽ പോയാലുണ്ടായി അത് അന്ത ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ വീട്. ഈ കടകളെല്ലാം പുള്ളിക്കൊള്ള യുവമാർക്കൊള്ളയില്ല. രണ്ടാണും ഒരു പെണ്ണുമാണ്. അങ്ങോട്ടേക്ക് വിവാഹമായിരുന്നു അല്ലേ? ഇവനൊക്കെ എന്തിന്റെ ഒരു നമുക്കൊരു കോഴിയെ കൊല്ലാൻ പറ്റുമോ? എന്തറിയാം, രണ്ടുപേരും കിടന്ന് പിടയ്ക്കും പറയാൻ രമ്യ വെട്ടിയത്. ഞാൻ വന്നായിരുന്നു. പറഞ്ഞ കേട്ടല്ലേ പറയുന്നത്? എല്ലാരും കേട്ടാ? രണ്ട് ഡെമ്മികളാണ്. നമ്മളെ കടയൊക്കെ ഡെമ്മിയില്ലേ, വിളിക്കാത്ത ഡെമ്മികളെ ഞാൻ വെട്ടിയാന്ന് അവൻ്റെ ബാൽക്കണിന്ന് പറയാം. നല്ല വീഡിയോ ഉണ്ടല്ലോ. ഒരു 3 പേരുള്ളൂടെ. തള്ളയും അവൻ്റെ പെണ്ണുപിള്ള പ്രസവത്തിനായിട്ട് പോയിരിക്കുന്നു. പ്രസവിച്ചെന്ന് പറഞ്ഞ കേട്ട് പെൺകുഞ്ഞാന്ന് പറയുന്നത്. വ്യക്തം അറിഞ്ഞില്ല. അടുര അങ്ങോട്ട് വിവാഹമായിരുന്നു. ഇതിൻ്റെയൊക്കെ മനസ്സെന്താണ്? ഒരു അഡ്വക്കേറ്റ് എല്ലാവർക്കും നിയമത്തിൻ്റെ വഴി കാട്ടിക്കൊടുക്കുന്ന വ്യക്തിയല്ലേ. എന്നൊക്കെ വിശ്വസിച്ചാൽ എന്ത് ചെയ്യാറ്റും? അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. എല്ലാം കൊണ്ടും സുഖജീവിതം. അയലത്തേര് പറഞ്ഞാൽ വടക്കും ഇല്ലെന്നാ പറയുന്നത്. കൊട്ടാരമല വീട് പുള്ളി ഗൾഫിൽ ഉണ്ടാക്കിയതാ. ഈ കടയെല്ലാം പുള്ളിക്കുള്ള വേറെ വസ്തുക്കളും ഉണ്ട്. അതല്ലേ പറയാം. അവൻ്റെ ആ ഒരു എന്തറിയോ, ഇവനൊക്കെ എന്ന് പറയാൻ കഞ്ചാവും വെള്ളമൊന്നുമല്ല, അതിൽ കൂടിയ ലഹരി അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ കൊടുത്തനും കൂടി പിടിക്കണം. അങ്ങനല്ലേ ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന വിപത്ത്. ഇപ്പം കഞ്ചാവും വെള്ളമൊന്നുമല്ല, MDM എന്നെന്തോ ഈ കുത്തിവെക്കുന്ന യവന്മാരെന്തറിയില്ല. നാട് കാണിക്കരുത്, ജീവപര്യന്തം അകത്താക്കണം. കാര്യം പെറ്റതല്ലേ, 10 മാസം വയറ്റി കിട്ടി പ്രസവിച്ച് ഇത്ര നാൾ ഈ 10-30 വർഷം വരെ പോറ്റിയില്ലേ, വിദ്യാഭ്യാസം കൊടുത്തില്ലേ, പെണ്ണ് കെട്ടിച്ചില്ലയോ ഇല്ലേ? സ്വത്ത് പോട്ട് കേട്ടാ, സ്വത്തില്ലാത്ത ജീവിക്കുന്നില്ലയോ ഈ ലോകത്ത്? എത്രയോ സ്വത്താ ജീവിക്കുന്നുണ്ട്. സ്വത്തില്ലാതെ ജീവിക്കുന്നില്ലയോ? എന്നുവെച്ചാൽ പെറ്റുള്ള കൊല്ലുവോ? റേഷൻ അരിയും കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഇത് സ്വത്തിന് അഹങ്കാരം. എത്ര പേര് റേഷൻ അരി കഴിക്കുന്നുണ്ട്? പെറ്റുള്ള കൊല്ലുവോ? പെറ്റാന്തെ കൊല്ലുവോ? നമ്മൾ ചിന്തിക്കരുത്, ഇത്രയും നാൾ വളർത്തിയില്ലയോ? അതാണ് ഇത്. സമൂഹത്തിന് മാറ്റം മാറ്റണം. അതിനൊക്കെ ഒരു നീതിയായ കോടതിയിൽ ജോലി ചെയ്യുന്നത് വേറെ എന്തുമായിക്കോട്ടെ, ഒരു കൂസലില്ല. ജനസമൂഹമല്ലായിരുന്നു ഇവിടെ, ജനസാഗരമായിരുന്നു ഇവിടെ ആ സമയത്ത്. എനിക്ക് മക്കളുണ്ട്. ഇത്രയും നാളും വളർത്തിയ അച്ഛനും അമ്മയും നമ്മളിന്ന് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. ആ അച്ഛനാണെങ്കിൽ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഈ കിടക്കുന്നതെല്ലാം. ഒരിക്കലും നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം, അത് വക്കീലുമാണ്, വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് ഈ സ്വന്തം അച്ഛനെയും അമ്മയും. മസ്കറ്റ് വെച്ച് എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. പുള്ളി അവിടെ ബിസിനസ്സും കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അങ്ങ് വലിയ സൗഹൃദവും കാര്യമൊന്നും ഇല്ലെങ്കിലും പുള്ളി പരിചയപ്പെടുന്നവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിഞ്ഞപ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. സ്വന്തം അച്ഛനെയും അമ്മയും മകൻ വെട്ടുകയെന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ആ മക്കളൊക്കെ ഉള്ളതല്ലേ, കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടല്ലേ കേൾക്കാൻ പറയുന്നത്. ഞാൻ പോയി കാണില്ല രാത്രി തന്നെ ഒരു പ്രാവശ്യം നോക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരുമായിട്ടും പുള്ളി അങ്ങനെ ഇടപെടുന്നത് അങ്ങനെ കൂടുതലായിട്ട് കല്യാണത്തിന് പുള്ളിക്കാരൻ വിളിച്ച് അങ്ങനെ പോയി, റിസപ്ഷൻ വിളിച്ച് അങ്ങനെ കണ്ടിട്ടല്ല കൂടുതലൊന്നും അതിനെപ്പറ്റി പുള്ളിയെ പറ്റി അറിയാതെ. പുള്ളി ഇങ്ങനെ നേരത്തെ തമിഴ്നാട്ടിലും കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ മാവേലിക്കര പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെ പേപ്പറിലേക്ക് കിടക്കുന്നുണ്ട്, അതേ അറിയാവുള്ളൂ.